ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടിയും മുട്ടയും വെച്ചിട്ട് നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. ഞാൻ എടുക്കുന്ന ഈ ഒരു അരിപ്പൊടിയുടെ കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്കനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് വേണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലാണ് നമ്മുടെ ഈ ഒരു മുട്ടയും മാവുമായിട്ടൊന്ന് ആക്റ്റീവ് ആവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഇതിൽ നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് വലിപ്പത്തിൽ കിടക്കരുത്. ഈ ഒരു പൊടിയുമായിട്ട് നല്ല മിക്സ് ആയിട്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പൊടിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഇനി മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് അരച്ചെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഈ ഒരു അരിപ്പൊടിയും വെള്ളമൊക്കെ ആയിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് കറക്കി എടുക്കുന്നതേ ഉള്ളൂ. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏകദേശം എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ ജാറിൽ ഈ ഒരു മാവൊന്നും പറ്റിപ്പിടിച്ചിരിക്കുകയില്ല. അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം കാണിച്ചു തരാം. ഒരുപാട് അങ്ങ് കട്ടിയാവരുത്, നല്ല ലൂസും ആവരുത്. ഒരു ഇടത്തരം പരുവത്തിലാണ് ഞാൻ ഇതിനെ തയ്യാറാക്കിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മളിത് എണ്ണയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ഇരുമ്പിന്റെ ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലൊരു കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പാത്രം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ആ ഒഴിച്ചു കൊടുക്കുന്ന നേരത്ത് നമ്മൾ അതിലുള്ള എണ്ണയെല്ലാം കളഞ്ഞ് കുറച്ച് എണ്ണ ബാക്കി വെച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് 1-2 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ തനിയെ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇത് വിട്ടുവരും. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പാത്രം മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊള്ളി വരും. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഈ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് ആ പാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. ചൂടായതിനു ശേഷം വീണ്ടും ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് തനിയെ ഈ ഒരു എണ്ണയിൽ മുങ്ങിക്കിടന്നോളും. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടുകയും ചെയ്യും. ആ ഒരു സമയമാകുമ്പോൾ ഈ ഒരു പാത്രം നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് പൊള്ളി വരും. നേരിട്ട് ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മുട്ടയും തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് 4 സൈഡും പരന്ന് കറക്റ്റ് ഒരു ആകൃതി ഷേപ്പൊന്നും ഇല്ലാതെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനും ഒരു ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമായിട്ട് കിട്ടും. നല്ല സ്പോഞ്ച് പോലെ പഞ്ഞ് പോലെയാണ് ഇത് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണുന്നില്ലേ, നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.